ഉനാവ് പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം. വനിതാ സാമൂഹ്യ പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് പോലീസ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. PR അരവിന്ദ്, പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്താണ്? അരവിന്ദ് അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഉന്നാവ് ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. സാമൂഹ്യ പ്രവർത്തക യോഗ്യത ബയാന, അതുപോലെ തന്നെ മുൻ കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ അടക്കമുള്ളവരാണ് പ്രതിഷേധം നടത്തുന്നത്. മാം, आपका डिमांड? हमारा डिमांड है कि हम देश भर की बेटियों के लिए सुरक्षा की मांग कर रहे हैं, न्याय की मांग कर रहे हैं. जो हादसा उन्नाव की बेटी के साथ हुआ है वो लगातार रोज़ देश भर में बहुत सारी बेटियों के साथ होता है. हम चाहते हैं, संसद के बाहर बैठ के ये बोलना चाहते हैं कि जो लॉ मेकर्स हैं वो ज़्यादा स्ट्रिक्ट लॉज बनाएं और जो लोग आरोपियों को प्रोटेक्ट करते हैं उनसे, उन दरिंदों से हम अपनी बेटियों को बचाएं. आज आप देख रहे हैं उन्नाव की जो बेटी थी वो न्याय उसको मिला था, लेकिन न्याय उससे फिर छीन लिया गया क्योंकि कुलदीप सेंगर को, वो प्रभावशाली हैं, उनके पास बैकिंग है, उनके पास पावर है, उनके पास पैसा है, वो बच निकले एक लाइफ सेंटेंस से. इस तरीके से ऐसे बहुत आरोपी हैं जो छूट जाते हैं क्योंकि हमारे पास स्ट्रिक्टर लॉज नहीं है. विमेन सिक्योरिटी के बारे में कोई चर्चा नहीं करना, ये बहुत बड़ा मुद्दा है. हम इसीलिए आज यहाँ पे बैठे हैं कि हम देश भर में ये मैसेज पहुँचाना चाहते हैं कि बेटियों के लिए आवाज़ उठाएं. आज बेटियाँ खुद सड़क पे उतरेंगी और उनकी हक की लड़ाई लड़ेंगी. രാജ്യത്തെ പെൺമക്കൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടമെന്നാണ് ഇവിടെ പ്രതിഷേധിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. എന്നാലും പാർലമെന്റ് ഫ്രണ്ടിൽ പ്രതിഷേധം തുടരുകയാണ്. ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ സമാധാനപരമായിട്ട് തങ്ങളുടെ പ്രതിഷേധമെന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാം 2019 BJP നേതാവായ കുൽദീപിനെ ഈ ഉന്നാവ് കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ കോടതി ഉത്തരവ് മരവിപ്പിക്കുന്ന നിലയിലേക്കാണ് പോയിരുന്നത്. നീതി ലഭിച്ചു, പക്ഷേ ആ നീതി വീണ്ടും തട്ടിപ്പറിക്കപ്പെട്ടു എന്നതാണ് ഇവർ ആരോപിക്കുന്നത്. ആ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് തന്നെ ഇവർ വ്യക്തമാക്കുകയാണ്. രാഷ്ട്രപതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ കാണാനുള്ള ശ്രമം നടത്തും. കഴിഞ്ഞ ദിവസം അതിജീവിത രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും കണ്ട് തങ്ങളുടെ ദുഃഖം അറിയിച്ചിരുന്നു. പൂർണ്ണമായ സഹായം കോൺഗ്രസ് അവർക്ക് വാഗ്ദാനവും നൽകിയിരുന്നു. എന്തായാലും ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്.